കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ദൈവവചന സത്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അപ്പോസ്തലനായ പൗലോസ് ദൈവിക കോടതിയിൽ മാനവജാതിക്കെതിരെ കൊടുക്കുന്നതായ കുറ്റപത്രമായിട്ടാണല്ലോ നമ്മൾ 1-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 22-23 വാക്യങ്ങൾ വായിച്ചിട്ട് താഴേക്കുള്ള ചില വാക്യങ്ങളും അനുബന്ധമായി വായിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് 21-ാം വാക്യമാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മാനവജാതിക്ക് യഥാർത്ഥമായിട്ടും ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അനേക നിരീശ്വരന്മാർ ജീവിച്ചിരിപ്പുണ്ട്. കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നിരീശ്വരനായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട്. ഞാൻ EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു മഹായോഗത്തിൽ വെച്ച് താൻ പറയുകയുണ്ടായി, എൻ്റെ ദൈവമേ, ഞാൻ ഈ ആളുകളെ കൊണ്ട് മടുത്തുപോയി എന്ന്. അദ്ദേഹം ഒരു നിരീശ്വരനായിരുന്നെങ്കിൽ തന്നെയും താൻ അറിയാതെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനിടയായി തീർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തെക്കുറിച്ച് പലരും പറയുന്നത്. ഏതൊരു നിരീശ്വരനാണെങ്കിൽ പോലും എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ദൈവിക ചിന്ത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ച് തിയോളജീൻസ് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മനുഷ്യരിലും ദൈവ അംശമുണ്ട്. കാരണം മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് മനുഷ്യനിൽ ആ അംശമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അതിൻ്റെ അപ്പൻ ഏതാണ് അമ്മ ഏതാണെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും അതിൻ്റെ ആ ശബ്ദത്തിൽ അമ്മ എന്ന് ധ്വനിക്കുന്നതായ ഒരു ശബ്ദം നമുക്കറിയാൻ സാധിക്കും. എന്നു മാത്രമല്ല, അമ്മയുടെ ചൂട് കുഞ്ഞിന് നന്നായി ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ അമ്മയോട് അതിനുള്ള അഫെക്ഷൻ വളരെയധികം ശ്രദ്ധേയമാണ്. എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരിലും ഒരു ദൈവിക അംശമുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ട്. ഒരുപക്ഷെ അവൻ്റെ ബുദ്ധിയോ അവൻ്റെ ചിന്തകളോ അതിനെതിരായിട്ട് അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാൽ പോലും അവൻ്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇങ്ങനെ അവൻ്റെ ഒരു ധാരണ ഉണ്ടായിട്ട് പോലും ആ ദൈവത്തെ അംഗീകരിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അവന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന കുറ്റപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ ഇത് വലിയൊരു വാണിംഗ് ആയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്. അങ്ങനെ ദൈവത്തെ തള്ളിക്കളയുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ താഴോട്ട് ചിന്തിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിൽ 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എത്രത്തോളം ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാനോ ആ ദൈവത്തെ അംഗീകരിക്കാനോ ദൈവത്തിൻ്റെ തേജസ്സിനെ മാനിക്കുവാനോ കഴിയുന്നില്ലെങ്കിൽ അവർ മൂഢരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അതുതന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അടുത്തത് 23-ാമത്തെ വാക്യം, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നമുക്കറിയാം, ഇന്ന് ദൈവവിശ്വാസമുള്ളവരിലാണെങ്കിൽ പോലും അവർക്ക് ദൈവത്തെ കണ്ട് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം ആത്മാവാകുന്നു എന്നോ ആ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം എന്ന് തിരുവചനം പറയുമ്പോൾ അത് അതുപോലെ അനുസരിക്കാതെ എന്തെങ്കിലും രൂപങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. കുറേ നാൾ മുമ്പ് ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഈ രൂപങ്ങളെ വണങ്ങുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു രൂപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. നമ്മൾ അവനെ ആരാധിക്കേണ്ടത് ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. ഒരിക്കലും ജഡത്താലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ കണ്ണ് കാണുന്നതിനല്ല നമ്മൾ ആരാധിക്കേണ്ടത്, മറിച്ച് കാണാത്തവയെ നമ്മൾ ആരാധിക്കണം. തോമസ് സ്ലീഹായുടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ നാം അവനെ അറിഞ്ഞ് ആരാധിക്കണം. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ പ്രാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ
ദൈവത്തെ നമുക്ക് ആത്മാവിൽ ഗ്രഹിക്കുവാനും ആത്മാവിൽ കണ്ട് ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത് സംബന്ധിച്ച് പഴയ നിയമത്തിൽ എന്താണ് പറയുന്നത്? മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ ന്യായപ്രമാണ പുസ്തകത്തിൽ വളരെ കർശനമായി ദൈവം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെ എങ്കിലും പെണ്ണിൻ്റെ എങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഇത് ദൈവ ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിൽ കർശനമാണ് നിയമം എന്ന് പറയുന്നത്. പലരും ചിന്തിക്കാറുണ്ട്, പഴയ നിയമത്തിലെ നിയമങ്ങളാണ് കർശനം, പഴയ നിയമത്തിൽ ദൈവം ഉഗ്രരൂപിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പുതിയ നിയമത്തിലും അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ പ്രമാണം പറഞ്ഞ അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. വിഗ്രഹാരാധനയെക്കുറിച്ച് പഴയ നിയമം പറയുന്നത് തന്നെയാണ് പുതിയ നിയമം പറയുന്നത്. നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത് അതുതന്നെയാണല്ലോ, വിഗ്രഹത്തെ ആരാധിക്കരുത്. പക്ഷേ ഇന്ന് ദൈവത്തെ അറിയാവുന്ന ആളുകൾ പോലും വിഗ്രഹങ്ങളെയും രൂപങ്ങളെയും, വിഗ്രഹവും രൂപവും രണ്ടല്ല, രണ്ടും ഒന്നു തന്നെയാണ്. ഒരു രൂപമില്ലാതെ ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. നോക്കിക്കേ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കരുത്. നാം രൂപങ്ങളെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുക. നമ്മുടെ മുമ്പിൽ കർത്താവ് നിൽപ്പുണ്ട്. യേശു പറഞ്ഞില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ ഞാനുണ്ട്. പിന്നെ അതിൻ്റെ സ്ഥാനത്ത് ഒരു വിഗ്രഹത്തിന് എന്താണ് പ്രസക്തി? നിങ്ങൾ ഏതെങ്കിലും രൂപങ്ങൾ, അതെന്തുമാകട്ടെ, ആ രൂപങ്ങളെ നിങ്ങൾ വണങ്ങുന്നെങ്കിൽ ദൈവകോപത്തിന് നിങ്ങൾ പാത്രമായി തീരും. പക്ഷേ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ അനുഭവിപ്പാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ ഒരു വെളിപ്പാടിലേക്ക് നിങ്ങൾക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ അറിവ് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ദൈവം അനുവദിച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആ വിഷയം സംബന്ധിച്ച് അടുത്ത പ്രഭാത ധ്യാനങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, കുറഞ്ഞ സമയം, ഒരു 10 മിനിറ്റുള്ളിലാണ് ഈ മെസ്സേജ് ഞാൻ ഒരുക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ നമുക്ക് നിർവാഹമില്ല. എന്നാൽ ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാത ധ്യാനങ്ങളിൽ നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നതാണ്. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്, നമ്മൾ യഥാർത്ഥമായിട്ടും ദൈവത്തെ അറിയണം, യഥാർത്ഥമായിട്ടും ദൈവത്തെ അനുഭവിക്കണം. ആയതിനാൽ നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിപ്പാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനത്തിനായി സ്തോത്രം. ദൈവത്തെ ആത്മാവിൽ കാണുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ടേവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ ദൈവമേ നീ പ്രവർത്തിക്കണം, സൗഖ്യങ്ങൾ കൊടുക്കണം, ദൈവിക വിടുതലുണ്ടാകണം, വഴികൾ തുറക്കണം. അത് സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.